എല്ലാവരും ഒന്ന് തീർത്തിട്ടും മഹിയെ വിവാഹം കഴിക്കാൻ വിധിയുണ്ടായത്. അതുകൊണ്ട് നമുക്കിന്നൊരു നല്ല മരുമകനെ കിട്ടിയില്ലേ? അതെ, നീ ആയിരുന്നു മോളെ ശരി. അന്ന് അമ്മ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് പ്രഭേട്ടനെ രക്ഷിക്കാൻ ആരും ഉണ്ടാവുമായിരുന്നില്ല. മഹി ഡ്രൈവ് ചെയ്ത് വരുമോ? കാർ ഇവിടെ വെറുതെ കൊണ്ടുവിടണോ? ഞാൻ വേണമെങ്കിൽ പോയി പിക്ക് ചെയ്യാം. നീ ഒന്ന് മഹിയെ വിളിച്ച് ചോദിച്ചേ. വേണ്ട, മഹിയേട്ടൻ ഒറ്റയ്ക്കല്ല, മഹിയേട്ടന്റെ ഫ്രണ്ട് അരവിന്ദും കൂടെ ഉണ്ടാവും. ആണോ? എന്നാ കുഴപ്പമില്ല. നമുക്ക് ഇറങ്ങാം അരവിന്ദ്. ഒരു മിനിറ്റ്. നീ എന്താ നോക്കുന്നേ? ഗൗരി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടോന്ന് നോക്കിയതാ. കുറച്ചു ദിവസം ഇനി ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കുമല്ലോ. നമ്മൾ ബാഗ് സെറ്റ് ചെയ്യും പോലെ അല്ല, അവരൊക്കെ അതിൽ കറക്റ്റ് ആയിരിക്കും. നമുക്ക് വേണ്ടതിനേക്കാൾ സാധനങ്ങൾ കൂടുതലാവാനേ സാധ്യതയുള്ളൂ. ഒരിക്കലും കുറവ് വരാൻ സാധ്യതയില്ല. അത് നീ പറഞ്ഞത് വളരെ ശരിയാണ്. എന്നാ നമുക്ക് ഇറങ്ങാം, ഇനി സമയം കളയണ്ട. ശരി, ഇറങ്ങാം. മഹി, നിങ്ങൾ ഇറങ്ങുവാണോ? അതെ. എന്താ ആന്റി? നാത്തൂനെ എവിടെയെങ്കിലും കാണുന്നില്ല മോനെ. കാണുന്നില്ലെന്നോ? അമ്മ എവിടെ പോനാ? അതാ ഞങ്ങളും ആലോചിക്കുന്നത്. ആന്റി ആരോടും പറയാതെ എവിടെയും പോവില്ല. ഇനി മഹി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോവല്ലേ? അതുകൊണ്ട് അമ്പലത്തിൽ തൊഴാനോ വഴിപാട് നടത്താനോ മറ്റോ പോയതാണെങ്കിലും. അങ്ങനെ പോയാൽ നാത്തൂൻ പറഞ്ഞിട്ടല്ലേ പോവൂ. അല്ലെങ്കിൽ പോകുമ്പോ ഫോൺ കൊണ്ടുപോകും. ഇതിപ്പോ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ എവിടെ പോയി? രാവിലെ മുറ്റത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടതാ. അതിനുശേഷം കണ്ടില്ല. എവിടെ പോയതാന്ന് അറിയത്തുമില്ല. അരവിന്ദ് പറഞ്ഞ പോലെ അമ്മ അമ്പലത്തിൽ പോയതായിരിക്കും. ആ സമയത്ത് ഫോൺ ഇറക്കാൻ മറന്നതാവാനാ സാധ്യത. അമ്മ ഇങ്ങ് എത്തിക്കോളും. നമുക്ക് ഇറങ്ങാം അരവിന്ദ്. ഇറങ്ങാം. മഹിയേട്ടാ, എന്താ രാഹുൽ? എനിക്കൊരു കോൾ വന്നു. അമ്മ ഒരു സ്ഥലത്ത് കിടക്കുന്നു. കിടക്കുന്നു? എവിടെ? ചന്ദ്രാമല കോളനിക്കടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമില്ലേ, അവിടെയാണെന്നാ പറഞ്ഞത്. അയ്യോ, ആരാ രാഹുലിനെ വിളിച്ചത്? പേരൊന്നും അറിയില്ല. ഒരു അൺനോൺ നമ്പറിൽ നിന്നാ കോൾ വന്നത്. അമ്മയ്ക്ക് ജീവനില്ല എന്നൊക്കെ അയാൾ പറഞ്ഞു. അയ്യോ നാത്തൂനെ, എന്റെ ഭഗവാനെ, ഞാനിനി എന്ത് ചെയ്യും? രാഹുലെ, നീ വേഗം ഒന്ന് ചെല്ലും. മഹി ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ? ഇങ്ങനൊരു സമയത്ത് മഹിയേട്ടന് എങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനാ അമ്മേ? അവിടെ വീണ് കിടക്കുന്നത് സ്വന്തം മക്കളെക്കാൾ മഹിയേട്ടനെ സ്നേഹിച്ച് ഒരമ്മയുടെ സ്നേഹം നൽകി വളർത്തി വലുതാക്കിയ ആളാ. അത് മറന്ന് മഹിയേട്ടന് ഇറങ്ങി പോകാൻ പറ്റുമോ? ഞാൻ എന്താ മഹിയേട്ടാ ചെയ്യേണ്ടത്? അവര് പറഞ്ഞതുപോലെ അമ്മയ്ക്ക് ജീവനില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അയ്യോ ഈശ്വര, എന്റെ കൈയും കാലുമൊക്കെ തളരുവാ. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, അതെനിക്ക് ഉറപ്പാ. നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ആദ്യം നോക്കാം. വാ. ആ സമയത്താ അച്ഛന് പെട്ടെന്ന് അസുഖം കൂടിയത്.
അച്ഛാ അച്ഛാ വേഗം പോയി ഡോക്ടറെ വിളിച്ചിട്ട് വാ. എന്ത് പറ്റി? ഏട്ടാ, ഏട്ടാ, പെട്ടെന്ന് വാ. മോളെ അച്ഛാ, ഏട്ടാ, എന്ത് പറ്റി ഏട്ടാ? ഡോക്ടർ, ഏട്ടാ എന്താ? പ്രബേട്ട, അച്ഛനൊന്നുമില്ല. എന്ത് പറ്റി ഡോക്ടർ? അച്ഛാ, എന്താ ഡോക്ടർ? കണ്ടീഷൻ മോശമാണ്. എത്രയും പെട്ടെന്ന് സർജറി നടത്തണം. ഡോണറോട് വേഗം വരാൻ പറയൂ. മഹേട്ടൻ വന്നുകൊണ്ടിരിക്കുക. ഡോണർക്കും സെയിം പ്രൊസീജിയർ സർജറി വേണ്ടതാ. ഇങ്ങനെ ഇറസ്പോൺസിബിളായി പെരുമാറിയാൽ എന്ത് ചെയ്യും? അയാളോട് വേഗം വരാൻ പറയൂ. ശരി ഡോക്ടർ. സിസ്റ്റർ, പേഷ്യന്റിനെ ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ശരി ഡോക്ടർ. അച്ഛാ, പേടിക്കണ്ട, ഒന്നുമില്ല. ഡോണർ എത്തിയാൽ ഉടൻ തന്നെ വിവരം അറിയിക്കണം. ശരി ഡോക്ടർ. പേടിക്കണ്ട. നീ മഹി എവിടെ എത്തി വിളിച്ചു നോക്കുക. ഏട്ടൻ അച്ഛനെ നോക്ക്. അച്ഛാ പ്രബേട്ട, അയ്യോ മഹിയേട്ടൻ ഡ്രൈവ് ചെയ്തോ? ആരാന്ന് ഞാൻ നോക്കാം. ആ ഹലോ, ആരാ രാഹുൽ? ഓ, ഈ സർവീസ് കോളുകാരെ കൊണ്ട് മടുത്തു. അത്യാവശ്യത്തിന് പോകുമ്പോഴാ. അതവരുടെ സ്ഥിരം പരിപാടിയാ. അതെ, ഒന്നുമില്ല, ഒന്നുമില്ല. ഡ്രൈവിംഗിലായതുകൊണ്ടാവും കോള് കട്ട് ചെയ്തത്. ഗൗരി, മഹി എന്ത് പറഞ്ഞു മോളെ? ഫോൺ എടുക്കുന്നില്ല അമ്മേ. ഫോൺ എടുത്തില്ലേ? ഡ്രൈവ് ചെയ്യാവൂ, അതാ ഫോൺ എടുക്കാത്ത. നമ്മുടെ ഇവിടുത്തെ അവസ്ഥ മഹിക്ക് അറിയാവുന്നതല്ലേ? ഫോൺ എടുത്ത് വിവരം പറഞ്ഞാൽ എന്താ? അമ്മ ടെൻഷൻ ആവാതെ, മഹിയേട്ടൻ ഉടനെ വരും. നീ എന്തേലും ഒന്നുകൂടെ വിളിക്കേ. ശരി. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. The number you are trying to reach is currently switched off. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ എന്താ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിനക്കെന്തൊരു ടെൻഷൻ പോലെ? അത് ഫോൺ സ്വിച്ച് ഓഫാ. ദൈവമേ, ആ ദുഷ്ടം ചതിച്ചോ? ഇല്ലമ്മേ, മഹിയേട്ടൻ അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. ഡോണർ ഇതുവരെ എത്തിയില്ലേ? ഇപ്പൊ എത്തും സിസ്റ്റർ. ഓക്കെ, പെട്ടെന്ന് വരാൻ പറയൂ. വൈകുന്തോറും ഇദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാ. ഡ്രിപ്പ് തീർന്നാലുടൻ പേഷ്യന്റിനെ ഐസിയുലേക്ക് മാറ്റണം. എന്റെ അച്ഛനെന്തെങ്കിലും സംഭവിച്ചാ നിന്റെ ഭർത്താവാണെന്നൊന്നും നോക്കില്ല ഞാൻ. ഒന്നുകൂടെ ഞാൻ അവനെ. ആ ചതിയനെ വിശ്വസിച്ചത നമുക്ക് പറ്റിയ തെറ്റ്. അവ കിഡ്നി തരാന്ന് പറഞ്ഞത് നമ്മളെ ചതിക്കാനാണെന്ന് തോന്നുന്നു. അല്ലമ്മേ, അങ്ങനെയൊന്നും അല്ല. മഹിയേട്ടൻ അത്ര ഒരാളല്ല. എന്റെ അച്ഛന്റെ ജീവൻ വച്ച് കളിക്കുന്ന അവനെയാണോ നീ ന്യായീകരിക്കാൻ നോക്കുന്നേ? നമ്മളാരും ആവശ്യപ്പെട്ടിട്ടല്ല അവ കിഡ്നി തരാൻ തയ്യാറായത്. എന്നിട്ടിപ്പോ കാണിക്കുന്നതിന്റെ അർത്ഥം എന്താ? എനിക്കൊന്നും അറിയില്ല ഏട്ടാ. ഈ അവസാന നിമിഷം അവൻ ഇങ്ങനെ കൈയൊഴിഞ്ഞ
നമ്മൾ ആരോട് സഹായം ചോദിക്കും? നമുക്കുള്ളതൊക്കെ അവന് കൊടുക്കാന്ന് പറ. ഞാൻ വേണമെങ്കിൽ അവന്റെ കാല് പിടിക്കാം. ഈ സമയത്ത് ചതിക്കരുതെന്ന് നീ അവനെ ഒന്ന് അറിയിക്ക്. അമ്മേ 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 അമ്മ എഴുന്നേക്കമ്മേ. അമ്മേ അമ്മേ മഹിയേട്ടാ. അമ്മ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. വാ. അമ്മേ നോക്കിക്കോ, ഞാൻ മഹിയെ ഹെൽപ്പ് ചെയ്യാം. മഹിയുടെ അരവിന്ദന്റെ ഫോൺ ഇവിടെ. മഹിയുടെ ഫോൺ ഇവിടെ ഉണ്ട്. അരവിന്ദന്റെ ഫോൺ കയ്യിലാണെന്ന് തോന്നുന്നു. അതെടുക്കണം. ശരി. അമ്മേ, പണി പാളിയെന്നാ തോന്നുന്നത്. അവരെ അകത്ത് എവിടെയെങ്കിലും ലോക്കാക്കിയിട്. ശരി. എന്നെ ഇടിക്കടാ. അതെ, ഞാൻ കെട്ടിടത്തിനകത്തേക്ക് ഓടുമ്പോ എന്നെ പിടിക്കാൻ പറഞ്ഞു. ഓക്കെ സാർ. പതുക്കെ പറടാ. ഓക്കെ സാർ. അയ്യോ മഹിയേട്ടാ, മഹിയേട്ടാ, മഹിയേട്ടാ എന്നെ കൊല്ലുന്നു. മഹിയേട്ടാ, മഹിയേട്ടാ.
അരവിന്ദ്, നിന്റെ ഫോണുണ്ടോ? ഉണ്ട്. ഇതാ, അടുത്ത് പോലീസിനെ വിളിക്കാം. അയ്യോ, കാണുന്നില്ല മഹി. ബഹളത്തിലിടയ്ക്ക് ഇവിടെ വീണു പോയെന്ന് തോന്നുന്നു. ശരി, ഞാൻ വിളിച്ചോളാം. പിന്നെ നിങ്ങളെ കൊണ്ട് കുറച്ചുകൂടെ ആവശ്യമുണ്ട്. തൽക്കാലം ഇവിടുന്ന് മാറിക്കും. പക്ഷേ ഞാൻ പറയുമ്പോൾ വരണം. ശരി സാർ. നമുക്ക് പോയാലോ അമ്മേ? പോകാം. ഫോൺ കിട്ടിയില്ലോ അല്ലേ? കിട്ടി. കൊള്ളാം, നന്നായി. അവന്മാരവിടെ കിടക്കട്ടെ. മഹി ഒരു കാരണവശാലും ഹോസ്പിറ്റലിൽ എത്തരുത്. ഡോണർ ഇതുവരെ വന്നില്ലേ? ഇല്ല. നിങ്ങൾ ഇതെന്താ ഇത്ര സില്ലിയായി കാര്യങ്ങളെ കാണുന്നത്? ഇദ്ദേഹത്തിന്റെ അവസ്ഥ അത്രയ്ക്ക് ക്രിട്ടിക്കലാണ്. ഉടനെ എത്തും ഡോക്ടർ. ഇത്ര കെയർലെസ് ആയി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെയാണോ നിങ്ങൾ ഡോണറായി കണ്ടെത്തിയത്? അയാൾ രാവിലെ തന്നെ ഇവിടെ അഡ്മിറ്റ് ആവേണ്ടതല്ലേ? ഇനിയും വൈകിയാൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. കുട്ടിയുടെ ഹസ്ബൻഡല്ലേ ഡോണർ. അയാളെ വിളിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? എന്റെ പ്രഭാകരൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ നിങ്ങളോടൊക്കെ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്റെ അച്ഛന്റെ ജീവൻ വെച്ച് മഹിയേട്ടൻ കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഈ മോളെ അച്ഛൻ ശപിക്കല്ലേ. മഹി, ഓപ്പൺ വെന്റിലേഷൻ. എന്റെ തോളി ചോട്ടി നിനക്ക് അവിടെ കയറാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കാം. ഞാൻ കയറിയിട്ട് നിന്നെ കൈപിടിച്ച് കയറ്റാം. മഹി, നീ ആദ്യം രക്ഷപ്പെട്ട് ഹോസ്പിറ്റലിൽ ചെല്ലാൻ നോക്ക്. ഞാൻ പിന്നെ രക്ഷപ്പെട്ടോളാം. നീ ആരെങ്കിലും പറഞ്ഞയച്ചാൽ മതി. നീ വേഗം പോ. അവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും. ശരി, ഞാൻ ആരെങ്കിലും പറഞ്ഞയക്കാം. അല്ലെങ്കിൽ ഞാൻ തന്നെ വരാം. ശരി, നീ എന്നെ വേഗം പോ. സമയം കളയാതെ. ഡോക്ടർ, ഞാൻ പ്രഭാകരന്റെ സണ്ണിലോയാ. നിങ്ങൾ ലേറ്റായി പോയി മഹി. ഐ ആം സോറി.
ഇപ്പൊ വന്നത്? ഈ കിഴപ്പ് കാണാനോ? പ്രഭേട്ട് നിന്നെ വിശ്വസിച്ചതല്ലേ മഹി? ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചതല്ലേ? അവസാന നിമിഷം നീ ഞങ്ങളെല്ലാം ചോദിച്ചല്ലേ?